നമസ്കാരം. ഹണ്ട ന്യൂസിലേക്കാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. PV അൻവർ MLA ആരോപണങ്ങളിൽ രണ്ടാം വിക്കറ്റ് വീണു. സുജിത് ദാസിന് പിന്നാലെ മലപ്പുറം SP S ശശിധരനും തെറിച്ചു. മലപ്പുറത്ത് DYSPമാർക്കും കൂട്ടമാറ്റം. R വിശ്വനാഥ് പുതിയ ജില്ലാ പോലീസ് മേധാവി. ആശ്വാസവും സന്തോഷവും എന്ന് PV അൻവർ 24നോട്. ADGP MR അജിത് കുമാറും ഉടൻ തെറിക്കുമെന്ന് നിലമ്പൂർ MLA. S ശശിധരന് രൂക്ഷ വിമർശനവുമായി KT ജലീൽ MLA. സംഖ്യ മനസ്സുള്ള ഉദ്യോഗസ്ഥനെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. IPS തലപ്പത്ത് വൻ അഴിച്ചുപണി. S ശ്യാം സുന്ദർ ദക്ഷിണ മേഖല IG. പുട്ട വിമലാദിത്യ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാകും. CH നാഗരാജു ട്രാൻസ്പോർട്ട് കമ്മീഷണർ. A അക്ബറിനെ എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ADGP RSS നേതാവ് കൂടിക്കാഴ്ചയിൽ മിണ്ടാട്ടമില്ലാതെ മുഖ്യമന്ത്രി. രാഷ്ട്രീയ ആരോപണങ്ങളിൽ പ്രതിപക്ഷത്തിന് മറുപടി. RSS ബന്ധം കോൺഗ്രസിനെന്ന ചരിത്രം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. ADGP മുൻനിർത്തി RSS ബന്ധമുണ്ടാക്കേണ്ട ഗതികേട് CPI മുന്നിലെന്ന് MV ഗോവിന്ദൻ. വിവാദങ്ങൾക്കിടെ LDF യോഗം നാളെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. 4.5 വർഷത്തിനിടെ ചെറുവിരലെങ്കിലും അനക്കിയോ എന്ന് സർക്കാരിനോട് കോടതി. പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളെപ്പറ്റി പരാമർശമുണ്ടായിട്ടും എന്തുകൊണ്ട് നിശബ്ദമായെന്ന് ചോദ്യം. റിപ്പോർട്ടും അനുബന്ധ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഉത്തരവ്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടി. മരിച്ചത് എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ 73കാരി സുഭദ്ര. മൃതദേഹം കണ്ടെത്തിയ കോർത്തശ്ശേരിയിലെ വീട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികൾ ഒളിവിൽ. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാകാം എന്ന നിഗമനത്തിൽ പോലീസ്. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക്. സുഭദ്രയെ കാണാതായത് കഴിഞ്ഞ മാസം 4-ന്. മലപ്പുറത്തുനിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ കണ്ടെത്തി തിരികെ എത്തിച്ച് പോലീസ്. വിവാഹത്തിന് പണം തികയില്ല എന്ന ചിന്തയിലാണ് നാടുവിട്ടത് എന്ന് മൊഴി. നിർണായകമായത് കൂനൂരിൽ നിന്ന് കിട്ടിയ ഫോൺ സിഗ്നൽ. വിഷ്ണുജിത്തിന് വിഷാദ രോഗലക്ഷണമുണ്ടെന്ന് പോലീസ്. തിരോധാനം പുറം ലോകത്തെ അറിയിച്ച് 24 നന്ദി പറഞ്ഞ വിഷ്ണുജിത്തിന്റെ മാതാവ്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. കോതമംഗലം കോട്ടപ്പടിയിൽ വയോധികന് പരിക്കേറ്റു. 70കാരനായ വർക്കി ആശുപത്രിയിൽ ചികിത്സയിൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് 24 കണക്റ്റിന്റെ കൈത്താങ്ങ്. ചൂരൽമല സ്വദേശികളായ വാസുവിനും രമേശിനും ഓട്ടോറിക്ഷയും 2 വീലറും കൈമാറി. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ പ്രഖ്യാപിച്ച ആശ്വാസ നടപടികൾ തുടരുകയാണ്. വയനാട് വെള്ളാരംകുന്നിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. 9 പേർക്ക് പരിക്കേറ്റു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിക്കും പ്രതിശ്രുതവരൻ ജൻസനും പരിക്കേറ്റു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ കോടതി നൽകിയ സമയപരിധി കഴിഞ്ഞിട്ടും സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഡോക്ടേഴ്സ്. കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി ലഭിക്കാതെ തിരികെ ജോലിയിൽ പ്രവേശിക്കില്ല എന്ന നിലപാടിൽ RG കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്. ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് പിന്നാലെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. പണം നഷ്ടമാകാതിരുന്നത് ബാങ്ക് മാനേജറുടെ സമയോചിത ഇടപെടൽ മൂലം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ബംഗളൂരുവിലും തട്ടിപ്പ്. പോലീസ് സ്റ്റേഷന്റെ സെറ്റിട്ട് വീഡിയോ കോളിലൂടെ IT ജീവനക്കാരനായ തൃശൂർ സ്വദേശി ലിൻഡോ ജോസഫിനെ കബളിപ്പിക്കാൻ ശ്രമം. മുംബൈയിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തെന്നറിയിച്ചായിരുന്നു തട്ടിപ്പ്. സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലെ ഇംഫാലിൽ കർഫ്യൂ. റോഡ് ഉപരോധിച്ചവർക്ക് നേരെ ജലപീരങ്കി. അസം റൈഫിൾസിന് പകരം CRPFനെ വിന്യസിക്കും. സംസ്ഥാനത്ത് 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം. DGPയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇന്നും വിദ്യാർത്ഥി സമരം. തിരുവമ്പാടി മുൻ MLA ജോർജ് M തോമസിനെ CPIM തിരിച്ചെടുത്തു. തോട്ടുമുക്കം ബ്രാഞ്ചിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി. 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല. കിള്ളിപ്പാലം പണ്ടാരവിളാങ്ങും ഭാഗങ്ങളിൽ വെള്ളം എത്തിയില്ലെന്ന് പരാതി. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ കടുത്ത നടപടിക്ക് സർക്കാർ നീക്കം. ഉദ്യോഗസ്ഥർക്ക് നോട്ടക്കുറവുണ്ടായെന്ന് ജല അതോറിറ്റി. അതിനിടെ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വ്യാഴാഴ്ച ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ എത്തിയതിനേക്കാൾ വലിയ കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നു. MSC ക്ലൗഡ് ഗ്രാഡ്ഗട്ട് എന്ന കപ്പൽ വെള്ളിയാഴ്ച വിഴിഞ്ഞത്ത് എത്തിയേക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓണാഘോഷത്തിന് അവസരം ഉറപ്പാക്കണമെന്ന് DGPയുടെ സർക്കുലർ. ഇതിനായി യൂണിറ്റ് ചീഫുമാർ ഡ്യൂട്ടി ക്രമീകരിക്കണമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പരമാവധി അവസരം നൽകണം എന്നാണ് നിർദ്ദേശം. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ച A അക്ബർ ചുമതല ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് KSRTC CMDക്ക് അധിക ചുമതല നൽകി സർക്കാർ. CMD പ്രമോദ് ശങ്കറിന് ഗതാഗത കമ്മീഷണറുടെ ചുമതല നൽകിയിരുന്നതിന് ശേഷം ഇപ്പോൾ പുതിയ നിയമനവും വന്നിട്ടുണ്ട്.
ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ മുസ്ലിം യൂത്ത് ലീഗ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പോലീസിനെതിരായ ആരോപണം എന്നിവ ഉന്നയിച്ച് ഈ മാസം 19-നാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച്. ശശി തരൂർ എംപിക്കെതിരെ ബി.ജെ.പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കുന്നത് ഈ മാസം 21-ലേക്ക് മാറ്റി. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് ഹർജി പരിഗണിക്കുക. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയിൽ. കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്ന് എത്തിയ യുവാവിനാണ് രോഗബാധ. കോഴിക്കോട് കൊമ്മേരിയിൽ 6 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 53ആയി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട് സ്വദേശി അർജുനെ തേടിയുള്ള ഷിരൂർ ദൌത്യം നീളും. കടൽമാർഗം ഡ്രഡ്ജർ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് കമ്പനി. കാലാവസ്ഥ അനുകൂലമല്ല എന്ന് വിശദീകരണം. സാഹചര്യം വിലയിരുത്തി നീങ്ങാൻ ഡ്രഡ്ജർ കമ്പനിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ. വൈകാതെ ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് റിയാദിലെ നിയമ സഹായ സമിതി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം അനിശ്ചിതത്വത്തിൽ. ഗോത്ര നേതാക്കളുമായുള്ള മാപ്പപേക്ഷാ ചർച്ചകൾ വഴിമുട്ടി. പ്രാഥമിക ചർച്ചകൾക്കായുള്ള പണത്തിന് 2ാം ഗഡു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ നിന്ന് ലഭിച്ചില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നീരൊഴുക്ക് ശക്തമായതോടെ ഇടുക്കി പാമ്പള ഡാം തുറന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം യെച്ചൂരിയെ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബാർ കോഴക്കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. രമേശ് ചെന്നിത്തല, കെ ബാബു, ജോസ് കെ മാണി, VS ശിവകുമാർ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജിയാണ് തള്ളിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ദുരൂഹതയെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ADGP അജിത് കുമാർ അന്വേഷിച്ച കേസ് പിന്നീട് NIAക്ക് കൈമാറി. കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രണത്തിന് കേരള പോലീസ് കൂട്ടുനിന്നുവെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും KM ഷാജി. BJP ഭരിക്കുന്ന പന്തളം നഗരസഭയ്ക്കെതിരെ വിമർശനവുമായി ഭരണകക്ഷി അംഗം. നഗരസഭയിലെ കെട്ടിട നികുതി പരിഷ്കാരം അശാസ്ത്രീയമെന്ന് BJP കൗൺസിലർ KV പ്രഭ. നഗരസഭയിൽ അശാസ്ത്രീയമായ നികുതി പിരിവ് നിർത്തിവെക്കണമെന്നും ആവശ്യം. ന്യൂസിലേക്ക് തിരികെ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് നാദാപുരത്ത് ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. പുളിക്കുൽ സ്വദേശി ജാഫറാണ് മരിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിക്ക് 25 വർഷം കഠിന തടവ്. വർക്കല അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് കടക്കാവൂർ സ്വദേശി രമേശിനെ. കോഴിക്കോട് MDMAയുമായി യുവാവും പെൺസുഹൃത്തും പിടിയിൽ. വയനാട് സ്വദേശികളായ മുഹമ്മദ് ഇജാസ്, അഖില എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം. ചുരം 9ാം വളവിൽ കാർ ഡ്രെയിനേജിലേക്ക് മറിഞ്ഞു. ആളപായമില്ല. ആലുവ രാജഗിരി ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയാ കേന്ദ്രത്തിന് ഉദ്ഘാടനം തൃശൂർ മാജിക് FC ടീം അംഗങ്ങൾ ചേർന്ന് നിർവഹിച്ചു. ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ബാലരാമപുരത്ത് കടയിൽ പാലു വാങ്ങാനെത്തിയ 12-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം. സംഭവത്തിൽ പുതുച്ചൽ സ്വദേശി കൃഷ്ണൻ നായർ പിടിയിൽ. മലപ്പുറത്ത് അഭിഭാഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുമ്പുഴി സ്വദേശി CK സമതാണ് മരിച്ചത്. പ്രഭാത സവാരിക്കെത്തിയവരാണ് ഫ്രെസ്കോ ക്ലബിന് സമീപം മൃതദേഹം കണ്ടത്. വീണ്ടശ്ശേരി മേരി ഇമ്മക്കുലേറ്റ് ചർച്ച് KCYMന്റെയും തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാനം മഹാദാനം എന്ന സന്ദേശവുമായി നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു. നിസ്കരിക്കാൻ എന്ന വ്യാജേന പള്ളിയിലെത്തി പണം കവർന്നു. കോഴിക്കോട് പേരാമ്പ്ര വാലിക്കോട് പള്ളിയിലാണ് സംഭവം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എറണാകുളം പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിൽ കാറിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തി തീ അണയ്ക്കുകയായിരുന്നു. കൊച്ചി പിറവം ഇടക്കാട്ടുവയലിൽ വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളെ അയൽവാസി വെട്ടി പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റ് ഒരു പശു ചത്തു. അതിക്രമം തടയാൻ ശ്രമിച്ച വീട്ടമ്മയുടെ കൈവിരലിനും പരിക്കേറ്റു. പ്രതി രാജുവിനെ മുളന്തുരുത്തി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. എറണാകുളം ചിറ്റേത്തുകരയിലെ ചെരുപ്പ് കടയിൽ തീപിടുത്തം. കട പൂർണ്ണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലമഞ്ചലിൽ ഓട്ടോറിക്ഷയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 40-കാരൻ മരിച്ചു. പുനലൂർ സ്വദേശി സന്തോഷാണ് മരിച്ചത്. ഓസ്ട്രേലിയൻ മന്ത്രിസഭാംഗമായി കോട്ടയം സ്വദേശി ജിൻസൺ ആന്റോ ചാൾസ് സത്യപ്രതിജ്ഞ ചെയ്തു. സാംസ്കാരിക കായിക വകുപ്പുകൾ അടക്കം 7 വകുപ്പുകൾ ജിൻസന് ലഭിച്ചു. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ സഹോദര പുത്രനാണ്.
ആലപ്പുഴ അമ്പലപ്പുഴയിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നു. വിഷം കൊടുത്താണ് 11 നായ്ക്കളെ കൊന്നത്. വിഷം കഴിച്ച മറ്റ് നായ്ക്കൾ അവശനിലയിൽ. കോടതി ഇടപെടലുണ്ടായിട്ടും അരൂർ വഴിയുള്ള യാത്ര ദുസ്സഹമായി തുടരുന്നു. ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും തടിലൂറി മറിഞ്ഞു. റോഡിലെ കുഴികളിൽ വീണ് വാഹനങ്ങൾ മറിയുന്ന നിത്യസംഭവം. നടപടി സ്വീകരിക്കാതെ അധികൃതർ. പാലക്കാട് ഒറ്റപ്പാലം ചുനങ്ങാട് റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഒറ്റപ്പാലം SIയും സംഘവും ചേർന്നാണ് ചെടി കണ്ടെത്തി നശിപ്പിച്ചത്. ഇനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം നാളെയാണ്. ഇന്ത്യൻ നേവിയിൽ മെഡിക്കൽ സഹായികളാകാൻ അവസരം. ഈ മാസം 17 വരെ അപേക്ഷിക്കാം. പുരുഷന്മാർക്കാണ് അവസരം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യം. കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. രാവിലെ 9 മണി മുതൽ 11 വരെയാണ് രജിസ്ട്രേഷൻ. കൽപ്പറ്റ ഗവൺമെന്റ് ITയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 12 നടക്കും. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ ഒരു നരഭോജി ചെന്നായ കൂടി പിടിയിൽ. വനംവകുപ്പിന്റെ കെണിയിൽ ചെന്നായ അകപ്പെടുകയായിരുന്നു. ഓടുന്ന ട്രെയിനിലെ ശുചിമുറിയിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. 1.5 മാസം പ്രായമായ കുഞ്ഞിനെ കണ്ടെത്തിയത് തെലങ്കാനയിൽ നിന്ന്. ഒഡീഷയിൽ കനത്ത മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. മൽക്കൻഗിരി, കോരാപുട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മരിച്ചത് ആം ആദ്മി കർഷക വിഭാഗം കോർഡിനേറ്റർ തർലോചൻ സിംഗ്. RSSനെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ബഹുസ്വരതയെ മനസ്സിലാക്കാൻ RSSന് സാധിച്ചിട്ടില്ല എന്നാണ് വിമർശനം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രാജസ്ഥാനിലെ അജ്മീർ ട്രെയിൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് റെയിൽവേ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അന്വേഷണ സംഘം സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. രാജ്യാന്തര വാർത്തകൾ. ലാത്വിയയിൽ റഷ്യൻ ഡ്രോണുകളുടെ കടന്നുകയറ്റത്തെ അപലപിച്ച് നാറ്റോ അംഗങ്ങൾ. സൈനിക പ്രാധാന്യമുള്ള റഷ്യൻ ഡ്രോണാണ് ഇതെന്ന് പ്രാഥമിക വിവരം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് മസത്സുഗു അസഗവ അടുത്ത വർഷം ഫെബ്രുവരി 23 രാജിവെക്കും. 2020 ADBയുടെ 10ാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത്. നേപ്പാളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. ഈ വർഷം 7,20,334 വിദേശികൾ നേപ്പാളിലെത്തി. സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധി നിശ്ചയിക്കാനൊരുങ്ങി ഓസ്ട്രേലിയ. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ യുവാക്കളെ മാനസികമായി ബാധിക്കും എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. പോളണ്ടിലെ ഏറ്റവും നീളം കൂടിയ നദിയായ വിസ്റ്റോലയുടെ ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിൽ. പോളിഷ് പ്രസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ജലനിരപ്പ് 25 സെന്റിമീറ്റർ രേഖപ്പെടുത്തി. US-ഉമായുള്ള പോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. സായുധ സേനകളുടെ യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജരാകാൻ കിമ്മിന്റെ നിർദ്ദേശം. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജെയിംസ് എൽ ജോൺസ് അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഗസയിൽ പലസ്തീനികളുടെ മരണസംഖ്യ 41,000-ലേക്ക് അടുക്കുന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. അതിർത്തികളിൽ നിയന്ത്രണം ശക്തമാക്കി ജർമ്മനി. നടപടി ക്രമരഹിതമായ കുടിയേറ്റം തടയുകയും ഭീകരരുടെ ഭീഷണിയിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുകയും ലക്ഷ്യമിട്ട്. ന്യൂസിലേക്ക് തിരികെ. ബിസിനസ് വാർത്തകൾ. സാംസങ്ങിന്റെ ചെന്നൈ ഫാക്ടറിയിൽ തൊഴിലാളി പണിമുടക്ക്. വേതന വർധന, തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സംസ്ഥാനത്ത് തുടർച്ചയായ 3ാം ദിവസവും മാറ്റമില്ലാത്ത സ്വർണ്ണവില. ഗ്രാമിന് 6,680, പവന് 53,440. ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആകുമെന്ന റിപ്പോർട്ട്. 2027 ആയിരിക്കും മസ്കിന്റെ ആസ്തി $1,00,000 കോടി എത്തുക. വാട്സാപ്പിലേക്കും മെസ്സഞ്ചറിലേക്കും തേർഡ് പാർട്ടി ആപ്പുകളുടെ ചാറ്റ് സംയോജിപ്പിക്കാൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് മെറ്റ. iMessage, ടെലഗ്രാം, ഗൂഗിൾ മെസ്സേജ് എന്നിവയുമായി വാട്സാപ്പ് മെസ്സഞ്ചർ ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായി ഇന്ത്യ 7 സീറ്റർ SUV-യായ അൽക്കസാറിന്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കി. ഹുണ്ടായി അൽക്കസാർ പെട്രോൾ വേരിയന്റുകൾക്ക് 14.99 ലക്ഷം രൂപയും ഡീസൽ വേരിയന്റുകൾക്ക് 15.99 ലക്ഷം രൂപയുമാണ് വില. കാത്തിരിപ്പിന് വിരാമം. iPhone 16 സീരീസ് പുറത്തിറക്കിയ ആപ്പിൾ ഗ്ലോ ടൈം എന്ന് പേരിട്ടിരിക്കുന്ന മെഗാ ലോഞ്ച് ഇവന്റിലൂടെയാണ് ഫോൺ പുറത്തിറക്കിയത്. കായിക വാർത്തകൾ. സൂപ്പർ താരം ലയണൽ മെസ്സി പരിശീലനം പുനരാരംഭിച്ചു. ഈ മാസം 14 നടക്കുന്ന ഇന്റർ മയാമിയുടെ മത്സരത്തിൽ താരം കളിക്കും.
ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ജയം തുടരാൻ അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയയാണ്. ഈസ്റ്റ് ബംഗാൾ താരം അൻവർ അലിക്ക് 4 മാസത്തെ വിലക്ക്. ഡൽഹി FC താരമായിരുന്ന അൻവർ അലി മോഹൻ ബഗാനുമായി വാക്കുറപ്പിച്ച ആനുകൂല്യങ്ങൾ പറ്റിയ ശേഷം കരാർ ലംഘിച്ചതുകൊണ്ടാണ് നടപടി. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി നെതർലാൻഡ്സ് വമ്പൻ പോരാട്ടം. മത്സരം അല്പസമയത്തിനകം. പരമ്പരയിലെ മൂന്നാമത്തെ അവസാനത്തെയും ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റിന് കീഴടക്കി ശ്രീലങ്ക. 2014 ശേഷം ഇംഗ്ലീഷ് മണ്ണിൽ ലങ്കയുടെ ആദ്യ ടെസ്റ്റ് ജയം. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം പരിശീലകനായിരുന്ന ഇഗോ സ്റ്റിമാച്ചിന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നഷ്ടപരിഹാരം നൽകാൻ ധാരണ. നഷ്ടപരിഹാരമായി 3.36 കോടി രൂപ നൽകും. സംവിധായകനും ചലച്ചിത്ര താരവുമായി ബേസിൽ ജോസഫ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ക്ലബ് കാലിക്കറ്റ് FC യുടെ ബ്രാൻഡ് അംബാസഡർ.